ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കഴിഞ്ഞ 13 ദിവസത്തെ കേരളത്തിലെയും തെലുങ്കിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും സിനിമയുടെ ഷെയർ ഗ്രോസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് എല്ലാവരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം മെയ് 21 ലാലേട്ടിന്റെ പിറന്നാൾ ദിനത്തിന് അന്നാണ് റിലീസ് വന്നത്. ജിത്തു ജോസഫ് ആണ് സിനിമ സംവിധാനം ചെയ്തത്. ഓൾമോസ്റ്റ് കേരളത്തിലാണെങ്കിലും അതുപോലെ തന്നെ തമിഴ്നാട്, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊക്കെ സിനിമയ്ക്ക് നല്ല നമ്പേഴ്സ് ആയ ഒരു കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ വിദേശത്തെ സിനിമയ്ക്ക് 100 കോടി കാണാൻ സാധിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് 100 കോടി കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലും സിനിമയ്ക്ക് 100 കോടിയിലോട്ട് എത്താൻ സാധിക്കുമോ? നമുക്ക് എന്തായാലും കളക്ഷൻ വെച്ച് പരിശോധിക്കുമ്പോൾ സിനിമയ്ക്ക് ചാൻസസ് ലെസ് ആണ്. എന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് സിനിമ കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ആഴ്ച എന്തായാലും വലിയ രീതിയിൽ നിർണായകം തന്നെയാണ്. സിനിമ 100 കോടിയിലോട്ട് എത്തുമോ എന്ന ചോദ്യത്തിന് കാത്തിരിക്കാൻ നമുക്ക് വീക്കെൻഡ് കളക്ഷനും കൂടിയും ഈ ആഴ്ചത്തെ. എന്തായാലും സിനിമയുടെ കേരളത്തിലെ ഈ കഴിഞ്ഞ 13 ദിവസത്തെ ഗ്രോസ് 79,93,00,000 ആണ്. 14ാം ദിവസം സിനിമ ഒഫീഷ്യലായിട്ട് 80 കോടിയിലോട്ട് പോവുകയാണ്. അങ്ങനെ മറ്റൊരു ലാലേട്ടൻ സിനിമ 80 കോടിയിലോട്ട് പോവുകയാണ്. ലാലേട്ടന് മാത്രം 4 80 കോടി സിനിമകളാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസില്. എന്തായാലും ഗംഭീരമായ ഒരു ബോക്സ് ഓഫീസ് നമ്പേഴ്സ് തന്നെയാണ് നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യം എന്ന സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ മാത്രം 4 80 കോടി സിനിമകളാണ് 7 എണ്ണത്തില്. ഇനി നമ്മുടെ ദൃശ്യം സിനിമേന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 38,38,00,000 നിലവിൽ ഈ കഴിഞ്ഞ 13 ദിവസം കൊണ്ട്. ഒരു ബോക്സ് ഓഫീസ് ഹിറ്റിലോട്ട് നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് സിനിമ. എന്തായാലും സിനിമയ്ക്ക് ഈ ദിവസവും ഓൾമോസ്റ്റ് 13ാം ദിവസം 1,25,00,000 മുകളിലാണ് നമ്പേഴ്സ് കാണാൻ സാധിച്ചു ഗ്രോസ് ആയിട്ട്. ഇനി നമുക്ക് കർണാടക ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് 13 ദിവസത്തെ. കർണാടകയിലെ സിനിമയ്ക്ക് ഈ കഴിഞ്ഞ 13 ദിവസം കൊണ്ട് ഗ്രോസ് ആയിട്ട് 14,11,00,000 നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ 6,30,00,000. ഈ കഴിഞ്ഞ 13ാം ദിവസവും സിനിമയ്ക്ക് കർണാടകയിൽ 13,00,000 നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രോസ് ആയിട്ട്. ഇനി സിനിമയുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് തന്നെയാണ്. ഓൾമോസ്റ്റ് 8,22,00,000 സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ. ഷെയർ കളക്ഷൻ അപ്രോക്സ് ആയിട്ട് 3,57,00,000. 4 കോടിയിലോട്ട് പോവുകയാണ് സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ. ഇനി സിനിമയ്ക്ക് ഈ കഴിഞ്ഞ 13ാം ദിവസം ഓൾമോസ്റ്റ് 10 ലക്ഷം ഗ്രോസ് ആണ് നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാടാണെങ്കിലും ഓൾമോസ്റ്റ് കർണാടക ആണെങ്കിലും കളക്ഷൻ ഒന്ന് ചുരുങ്ങി വരുന്നുണ്ട്. വർക്കിംഗ് ഡേയ്സ് ആണല്ലോ. ഇനി നമുക്ക് തെലുങ്ക് ബോക്സ് ഓഫീസ് തന്നെയാണ്. തെലുങ്കിലെ സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് നല്ലൊരു നമ്പേഴ്സ് കാണുന്നുണ്ട് തമിഴ്നാടും കർണാടകയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓൾമോസ്റ്റ് തെലുങ്കിലെ സിനിമയ്ക്ക് ഈ കഴിഞ്ഞ 13 ദിവസം കൊണ്ട് ഗ്രോസ് മാത്രം 10,98,00,000. 11 കോടിയിലോട്ട് പോവുകയാണ് നാളത്തെ കളക്ഷൻ വരുമ്പോൾ. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഓൾമോസ്റ്റ് 5,17,00,000. ഈ കഴിഞ്ഞ 13ാം ദിവസം സിനിമയ്ക്ക് 21 ലക്ഷമാണ് ഗ്രോസ് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ ആഴ്ചയിലെ വർക്കിംഗ് ഡേയിലും സിനിമയ്ക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയുള്ള ദിവസത്തിലും സിനിമയ്ക്ക് നല്ല നമ്പേഴ്സ് കാണുന്നുണ്ട് നമ്മുടെ തെലുങ്ക് ബോക്സ് ഓഫീസില്. തെലുങ്കിലും കേരളത്തിലുമാണ് നിലവിൽ നമ്മുടെ ദൃശ്യം 3 എന്ന സിനിമ കുറച്ച് കട്ടയ്ക്ക് ഹോൾഡിൽ കളക്ഷൻ കാണാൻ സാധിക്കും നമുക്ക്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് നിലവിൽ 230 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വർഷത്തിൽ നമ്മുടെ വാഴ 2 എന്ന സിനിമയുടെ 238 കോടി എന്ന നമ്പേഴ്സ് തകർക്കാൻ പോവുകയാണ്. അതിനുശേഷം ഈ വർഷത്തെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് നമ്പേഴ്സിലോട്ടും പോവുകയാണ് നമ്മുടെ വാഴ 2 എന്ന സിനിമയെ മറികടന്ന് ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. എന്തെങ്കിലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദൃശ്യം 3 സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യുക ദൃശ്യം 3 സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.